നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നാഴികയ്ക്ക് 40 വട്ടം പച്ചയ്ക്ക് വർഗീയത പറയുന്ന ജിഹാദി തീവ്രവാദ സംഘടനകൾക്കെതിരെ കേസില്ല. മറിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, സമുദായത്തെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന ലഹരി ഭീകരതയെക്കുറിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലവ് ജിഹാദിനെക്കുറിച്ചുമെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയ പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങൾ സജീവം. പിതാവിനെതിരെ കേസെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മത തീവ്രവാദത്തിനെതിരെ ശബ്ദിക്കരുത് എന്നാണോ? ലവ് ജിഹാദിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകരുത് എന്നാണോ? ഷെക്കേന ചർച്ച ചെയ്യുന്നു. പാലാ പിതാവിനെതിരെയുള്ള കേസ് എന്തിന്റെ സൂചനയാണ്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ, മുൻ സെൻട്രൽ മൈനോറിറ്റി കമ്മീഷൻ മെമ്പർ ശ്രീ VV അഗസ്റ്റിൻ, CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെവലിയാർ VC സെബാസ്റ്റ്യൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് കുര്യൻ, നമുക്കറിയാം താങ്കൾ മാധ്യമങ്ങളിലൂടെ വായിച്ചിരിക്കും, ഈ പാലാ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കുറവിലങ്ങാട് പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. സെപ്റ്റംബർ 8-ാം തീയതി പാലാ പിതാവ് നൽകിയ പ്രസ്താവനയ്ക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പാലാ പിതാവിനെതിരെയാണോ പാലാ പിതാവ് ഉന്നയിച്ച ഗൗരവമായ വിഷയങ്ങളായ നാർക്കോട്ടിക് ടെററിസം, ലവ് ജിഹാദ്, മത തീവ്രവാദം എന്നിവയ്ക്കെതിരെയാണോ അന്വേഷണം നടക്കേണ്ടത്? ശ്രീ ജോർജ് കുര്യൻ. അത് പാലാ പിതാവ് പറഞ്ഞ അതേ കാര്യം സജി ചെറിയാൻ ഈ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. ഒരു ദത്ത് വിവാദവുമായിട്ടുള്ള വിഷയത്തില് അദ്ദേഹം പറഞ്ഞത് പെൺകുട്ടികൾ ചതിക്കുഴിയിൽ വീഴരുത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിച്ചത് SFIക്കാരുടെയും DYFIക്കാരുടെയും ചതിക്കുഴിയെ പറ്റിയായിരിക്കാം. കാരണം ഒരു യുവതി പ്രസവിക്കുകയും ആ കുട്ടിയെ 3 ദിവസത്തിനുള്ളിൽ ദത്ത് കൊടുക്കുകയും ചെയ്ത ഒരു ഇതേ കാര്യമല്ലേ, ചതിക്കുഴിയുടെ കാര്യമല്ലേ പാലാ പിതാവും പറഞ്ഞത്? അത് ഭീകരവാദികള് സൃഷ്ടിക്കുന്ന ചതിക്കുഴി. പാലാ പിതാവ് പറഞ്ഞപ്പോ എന്തൊരു ബഹളമായിരുന്നു. മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തി, പ്രതിപക്ഷ നേതാവ് ഉറഞ്ഞുതുള്ളി. ആ പ്രതിപക്ഷ നേതാവ് എവിടെ പോയോ? സജി ചെറിയാന്റെ പ്രസ്താവന അദ്ദേഹം കണ്ടില്ലേ എന്നൊരു സംശയം. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എന്തിനെയോ പേടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവെല്ലാം, സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗമാണ് ഇത് രണ്ടും കൂടെ കൂടുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എതിർത്താൽ പ്രതിപക്ഷ നേതാവ് അതിന് ഒരു കാര്യങ്ങൾ പഠിക്കുന്നതിന് തയ്യാറാകുകയും അതുപോലെ ആ രീതി പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ ഭീകരവാദം സാമ്പത്തിക രംഗത്തേക്ക് അവരുടെ നിയന്ത്രണം വളരെയധികം പോയിരിക്കുന്നു. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ടിന്റെ വിഷയമുണ്ട്, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യത്തിന്റെ വിഷയമുണ്ട്, അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗിന്റെയും അതുപോലെ തന്നെ സർക്കുലേഷന്റെ വിഷയമുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യം ഇവിടെ തമസ്കരിക്കപ്പെടുകയും, അത് മാത്രമല്ല വേറൊരു കാര്യം, അപ്പോ കോടതിയുടെ കാര്യമാണല്ലോ പറയുന്നത്. നിയമസഭയില് എല്ലാവിധ അക്രമങ്ങളും കാണിച്ചവര്, എല്ലാവിധ അക്രമം പറയുന്നുള്ളൂ, അവര് ആ കേസ് പിൻവലിക്കാൻ വേണ്ടി പോയ അവസരത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ട്രയൽ കോടതിയിൽ പോയിട്ട് വിചാരണ കോടതിയിൽ പോയിട്ട് വിചാരണ നേരിടാനാണ് പറഞ്ഞത്. ഇവിടുത്തെ സർക്കാർ എന്താ ചെയ്തത്? കീഴ്ക്കോടതിയിൽ പോയിട്ട് 482 എന്ന് പറയുന്ന ഇത് ക്വാഷ് ചെയ്യാനുള്ള FIR റദ്ദ് ചെയ്യാനുള്ള അപേക്ഷയുമായിട്ട് പോവുകയാണ് നേരിട്ട്. അതേ സർക്കാരാണ് ഇവിടെ മജിസ്ട്രേറ്റ് കോടതി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു പ്രൊസീജിയറാണ്, വക്കീലുമാർ അതിനെപ്പറ്റി പറയും. അത് പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ്. അപ്പൊ തന്നെ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനും എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തിനെയാണ് ഈ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതേതരത്വം എന്നൊക്കെ ഇവർ വിഭജിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വോട്ട് കിട്ടുന്നവരുടെ മാത്രമാണോ? വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ? സാമ്പത്തിക ഉദ്ദേശം വെച്ചുകൊണ്ടാണോ? ആരെങ്കിലും ഭയപ്പെട്ടിട്ടാണോ? ഇതൊക്കെയാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചെയ്തത് ഇത് നീതിയുക്തമല്ല. ശ്രീ ജോർജ് കുര്യൻ ഒന്ന് ഇടപെടുകയാണ്.
നമുക്കറിയാം, പാലാ പിതാവ് ഉന്നയിച്ച വിഷയങ്ങൾ ഈ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ക്രൈസ്തവ സമുദായത്തെ മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള എല്ലാ സമുദായങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പാലാ പിതാവ് മുന്നറിയിപ്പ് നൽകിയത്. ആ മുന്നറിയിപ്പിനെതിരെയാണ് ഈ ഇമാം കൗൺസിൽ പോലുള്ള സംഘടനകൾ കേസെടുക്കണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് എന്തിന്റെ സൂചനയാണ് ശ്രീ ജോർജ് കുര്യൻ? അല്ല, BJP-യുടെ സംസ്ഥാന ഭാരവാഹി യോഗം മിനിഞ്ഞാന്ന് ഇതേ സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലാ പിതാവ് പറഞ്ഞ കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ CBIയെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ശുപാർശ ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ പാർട്ടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് NIA അന്വേഷണത്തിന് ആവശ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പാലാ പിതാവ് പറഞ്ഞതിൻ്റെ അകത്ത് ഭീകരവാദമുണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ കാര്യമുണ്ട്. മയക്കുമരുന്ന് പറയുന്നത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ ഭരണകക്ഷി അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഒരു കാലഘട്ടത്തില് പഞ്ചാബ് ആയിരുന്നു നമ്മുടെ ഭാരതത്തിലെ മയക്കുമരുന്നിന്റെ കേന്ദ്രമായിട്ട് മാറിയത്. അതിന് കാരണം പാകിസ്ഥാന്റെ അതിർത്തിയാണല്ലോ, അതിർത്തിയിൽ കൂടെ കടന്നു കയറാൻ സാധിക്കും. ഇപ്പൊ കേരളമാണ് ഇതിന്റെ ഹബ്ബായിട്ട് മാറിയിരിക്കുന്നത്. ഒരു നടപടിയും നമുക്കറിയാം, ഏതാനും മാവോയിസ്റ്റുകള് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാക്കി അവരെ നേടാൻ വേണ്ടി. ഈ തീവ്രവാദം ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ മയക്കുമരുന്ന് ഏറ്റവും വലിയ വിഷയമാണ്. അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല. അതിന്റെ കാര്യം എന്താണ്? അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. സ്വാധീനമുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു പിന്തിരപ്പൻ കാര്യമായിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. രാജ്യസുരക്ഷയെ പറ്റി പറയരുത്, അത് വളരെ പിന്തിരിപ്പൻ കാര്യമാണ്. രാജ്യസുരക്ഷ അല്ല പറയേണ്ടത്, വേറെ എന്താ പറയേണ്ടതെന്ന് അവർ പറയുന്നില്ല. രാജ്യസുരക്ഷയെ പറ്റി പറയാൻ പാടില്ല, ചൈനയ്ക്കെതിരെ പറയാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. അങ്ങനെ വിചിത്രമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ പോകുന്ന രാഷ്ട്രീയ രംഗമാണ് കേരളത്തില്. അപ്പൊ അത് തീർച്ചയായിട്ടും വിശ്വാസികളാണ് സംഘടിക്കേണ്ടത്. വിശ്വാസികളും സഭയിൽ ശക്തമായിട്ട് മുന്നോട്ട് വരണം. മറ്റു മതങ്ങളിലെ ആചാര്യന്മാർക്കെതിരെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇപ്പൊ കേരളത്തിലെ തന്നെ പ്രബലമായിട്ടുള്ള 2 സമുദായങ്ങളിലെ ഏതെങ്കിലും ആചാര്യനെതിരാണിത് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇത് ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? തീർച്ചയായിട്ടും ആ പ്രതികരിക്കുന്ന രീതി, സംഘടിക്കുന്ന രീതി, അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ VC സെബാസ്റ്റ്യൻ, നമുക്കറിയാം സെപ്റ്റംബർ 8-ാം തീയതി പാലാ പിതാവ് ആ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ പാലാ പിതാവിനെതിരെ ഉറഞ്ഞുതുള്ളി. പിന്നെ അതിനുശേഷമുള്ള പത്രവാർത്തകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വരുന്നത്. അതൊക്കെ പാലാ പിതാവിന്റെ പ്രസ്താവനയെ കൂടുതൽ ശക്തമായി സാധൂകരിക്കുന്നതാണ്. എന്നിട്ട് അതിനെതിരെ ഒന്നും ഒരു നടപടിയൊന്നും, അല്ലെങ്കിൽ ഒരു കേസോ ഒരു അന്വേഷണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ല പലരും. പക്ഷേ പാലാ പിതാവിനെതിരെ ഈ രാജ്യത്തിന്റെ നന്മയെ കരുതി, സമുദായത്തിന്റെ നന്മയെ കരുതി, സമൂഹത്തിന്റെ നന്മയെ കരുതി ഒരു പ്രസ്താവന നടത്തിയ, ജാഗ്രതാ നിർദ്ദേശം നൽകിയ പാലാ പിതാവിനെതിരെ കേസെടുക്കാൻ ചിലർ വെമ്പൽ കൊള്ളുന്നു. ഇതൊരു വിരോധാഭാസം തന്നെയല്ലേ ശ്രീ VC സെബാസ്റ്റ്യൻ? ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് നാർക്കോട്ടിക് ജിഹാദ് എന്നോ ലവ് ജിഹാദ് എന്നുള്ള വാക്കുകൾ അതിനകത്ത് വരുന്നില്ല. അവിടെ സൂചിപ്പിക്കുന്നത്, ഈ കേസിൽ സൂചിപ്പിക്കുന്നത്, കത്തോലിക്ക സഭയുടെ പാലാ രൂപതയുടെ മെത്രാൻ ബിഷപ്പ് കല്ലറങ്ങാട്ട് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം, ഈ കേസ്. അത് ആരാണ് കേസ് കൊടുത്തത്? ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് മൗലവി. എവിടെ നിന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്? പാലാ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന്. CMB 2684/2021 എന്ന് പറയുന്ന കേസ്. ഇനി എന്താണ് ഉത്തരവ്? കുറവലങ്ങാട് പോലീസിനോട് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക, റിപ്പോർട്ട് തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉത്തരവ്. ഇതിന് കോടതിയെ സമീപിക്കുവാനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പരാതിയുമായിട്ട് ഞങ്ങൾ കുറവലങ്ങാട് പോലീസിലും കോട്ടയം SP ഓഫീസിലും പോയി
സമീപിച്ചപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നടപടികളോ കേസെടുക്കുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, മജിസ്ട്രേറ്റിന്റെ ഡയറക്ഷൻ ടു ദ പോലീസ് ഈസ് എ പ്രൊസീജിയർ ഫോർമാലിറ്റി. അത് പൊതു താല്പര്യ ഹർജിയുമായിട്ടും ആർക്കും കോടതിയെ സമീപിക്കാം. കോടതി വരുന്ന പെറ്റീഷനുകൾ പോലീസിന് കൈമാറുന്ന സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസുമായിട്ടുള്ള വിഷയത്തിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇത് വലിയ കേസ് ആസ് സച്ച് വലിയ പ്രസക്തി ഉള്ളതായിട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ കേസ് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ കാണണം. അതായത് കഴിഞ്ഞ നാളുകളിലെ കാലങ്ങളായി തുടരുന്ന നാർക്കോട്ടിസവും ഭീകരവാദ അജണ്ടകളും പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. ഈ സത്യം സമൂഹം തിരിച്ചറിഞ്ഞപ്പോഴുള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ഒരിടപാട് എന്നതിനപ്പുറത്തേക്ക് ഈ കേസിനെ ഒന്നാമതായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. രണ്ടാമതായിട്ടുള്ളത്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദികൾക്കും ഈ വിഷയം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തന്ത്രവും ആണ് ഈ കേസിന് പിന്നിലൊന്ന് ഞാൻ സംശയിക്കുകയാണ്. അത് ദൂഷ്യം വരുന്നത് മറ്റാർക്കുമല്ല, ഇസ്ലാം സമൂഹത്തിന് തന്നെയായിരിക്കും. കാരണം വർഗീയത ഈ മണ്ണിൽ നിലനിർത്തുക എന്നുള്ള അജണ്ട ഈ കേസിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ മറ്റ് വിഭാഗങ്ങൾക്ക്, ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ കേസ് വലിയൊരു ഓപ്പണിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എല്ലാ പ്രതിസന്ധികളും പുതിയ വാതിലുകൾ തുറക്കുമെന്നാണല്ലോ കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഈ കേസ് വരുമ്പോൾ തന്നെ കോടതിക്ക് മുമ്പാകെ തെളിവുകൾ നിരത്തുവാനുള്ള ഒരു അവസരം കേസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരോപണ വിധേയരായവർക്ക് ഉണ്ടായി വരും എന്നുള്ളതും ഒരു വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, കേസ് പരമായിട്ട് കുറവലങ്ങാട് പോലീസിന്റെ മുമ്പിലേക്ക് പരാതിയുമായിട്ട് പോയപ്പോൾ കുറവലങ്ങാട് പോലീസ് പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലീസ്, കോട്ടയം SP ഇനിയിപ്പോൾ മജിസ്ട്രേറ്റ് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിച്ചു പറയുമെന്ന് നമുക്ക് കരുതാൻ ഒക്കുമോ? അങ്ങനെ മറിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഇടപെടൽ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ആദ്യമായിട്ട് ഇതാണ് കേസിനെ സംബന്ധിച്ച് ഉള്ള കാര്യം. ഇനി ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണേണ്ടത് ആരാണ് കല്ലറങ്ങാട്ട് പിതാവ് എന്നുള്ളതിനെ കുറിച്ചും കൂടെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ചുമ്മാ ഒരു വ്യക്തിയല്ല സമൂഹത്തിന് മുമ്പിലേക്ക് ചില സത്യങ്ങള്, അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. സഭ ഏറ്റവും വലിയ ആദരവോടെ കാണുന്ന ഒരു പിതാവാണ്. ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് പാലാ പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ്. വിവിധ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായ പഠനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. സഭാ മക്കളുടെ ആത്മീയ പിതാവാണ്. പ്രവാചക ധീരതയോടെയാണ് അദ്ദേഹം സഭാമക്കളോട് സംസാരിച്ചത്. അങ്ങനെ ഒരു വലിയ വ്യക്തിത്വത്തെയാണ് കോടതിയിലേക്ക് വലിച്ചഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ പോകുന്നത് ക്രൈസ്തവ സമൂഹമോ പിതാവോ അല്ല. പൊതുസമൂഹത്തിൽ വളർന്നു വന്നിരിക്കുന്ന വലിയ ജീർണതകൾ പിന്നെയും ജീർണതകളായിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ അടുത്തത് എനിക്ക് പറയാനുള്ള ഇതാണ്, അദ്ദേഹം എവിടെയാണ് സംസാരിച്ചത്? അദ്ദേഹം പൊതുനിരത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കുകയല്ല ചെയ്തത്. പൊതുസമ്മേളനത്തിലല്ല സംസാരിച്ചത്. സ്വന്തം പള്ളിയിൽ, സ്വന്തം സ്ഥാപനത്തിൽ ആരോടാണ് സംസാരിച്ചത്? സ്വന്തം മക്കളോട് ഒരു പിതാവ് സംസാരിച്ചു. അതിനെന്തിനാ എങ്ങനെയാ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത്? എന്താണ് സംസാരിച്ചത്? എന്നാണ് സംസാരിച്ചത്? പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ദിവസം എന്താണ് സംസാരിച്ചത്? ക്രൈസ്തവ കുടുംബങ്ങളോട് സമൂഹത്തിൽ നേരിടുന്ന സാമൂഹ്യ തിന്മകൾ പിതാവ് ചൂണ്ടിക്കാട്ടി. സ്വന്തം വീട്ടിൽ സ്വന്തം പിതാവ് സ്വന്തം മക്കളോട് പറയുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തേക്ക് വലിച്ചഴിച്ചപ്പെട്ട് മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ നമുക്ക് വളരെ വ്യക്തമല്ലേ? ഈ കോലാഹലങ്ങളൊക്കെ കണ്ടു. അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചോ? ഇല്ലെന്ന് മാത്രമല്ല, വീണ്ടും ഉറച്ചു നിന്നു. പറഞ്ഞതാണ് സത്യം, ഉറപ്പാണ്. ആ ഉറപ്പാണ് കത്തോലിക്ക സഭ. ജീവൻ വെടിയേണ്ടി വന്നാലും ഭീഷണികൾക്ക് മുമ്പിൽ തളരാതെ
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകളുമായിട്ട് നീങ്ങുന്ന സഭയാണ് കത്തോലിക്ക സഭ. അദ്ദേഹത്തിന്റെ വാക്കുകളെ, കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകളെ പോലും സാധൂകരിക്കുന്ന സംഭവങ്ങളല്ലേ പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത്. അതുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്നും സത്യമാണെന്നും തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ കേസിനെ ആദ്യമേ കാണുന്നത്. വി.സി. സെബാസ്റ്റ്യൻ, തിരിച്ചു വരാം. ശ്രീ വി അഗസ്റ്റിൻ, നേരത്തെ ശ്രീ വി.സി. സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ സ്വന്തം സമുദായത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് ഒരു മുന്നറിയിപ്പ് നൽകിയ പാലാ പിതാവിനെതിരെ മതസ്പർദ്ധയുടെ പേരിൽ കേസെടുക്കാൻ ചിലർ വെമ്പൽ കൊള്ളുന്നു. എന്നാൽ നമുക്കറിയാം, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ ജിഹാദി സംഘടനകളുടെ നേതാക്കളുടെയൊക്കെ ഒരു പ്രസംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. സത്യത്തിൽ ഇത്തരക്കാരല്ലേ ഈ സമൂഹത്തിൽ മതസ്പർദ്ധയും വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കുന്നത്? ഇവർക്കെതിരെയല്ലേ ശക്തമായ നിയമ നടപടികൾ ഭരണകൂടം സ്വീകരിക്കേണ്ടത്? ശ്രീ വി അഗസ്റ്റിൻ. അതായത് ഈ വിഷയത്തില് ശ്രീ വി.സി. സെബാസ്റ്റ്യൻ ഇവിടെ വ്യക്തമായ ഒരു വിശദീകരണം തന്നു. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, പാലാ രൂപതയുടെ രൂപത അധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് സ്വന്തം വിശ്വാസികളോട് സ്വന്തം പള്ളിയിൽ ഉത്ബോധനം നടത്തി. അദ്ദേഹം ചാനലുകളെയെല്ലാം വിളിച്ചു വരുത്തി മനഃപൂർവ്വം ഇത് ചാനലിൽ കൊടുത്ത പ്രസ്താവനയൊന്നുമല്ല. ഇത് സ്വന്തം വിശ്വാസികളുടെ ആവശ്യത്തിന് വേണ്ടി, അവരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ആത്മീയ പ്രസംഗമാണ്. അതില് ഈ രാജ്യത്തെ പോലീസുകാർക്ക് ഇടപെടുന്ന കാര്യമൊന്നുമില്ല. മാത്രമല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ്. ആരാണ് ജിഹാദി? ജിഹാദി എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ പുസ്തകമാക്കുന്നതല്ല. അതായത് പഠിച്ചതും അത് എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും എന്തിനും വേണ്ടി നടപ്പിലാക്കുന്ന ആളുകളാണ് ജിഹാദികൾ. അങ്ങനെ അതിന് സമുദായത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജിഹാദികൾ ഒരുപക്ഷെ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടാകാം, എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടാകാം. അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മതവിഭാഗത്തെയും കുറ്റം പറയുന്ന ഒരു സംഗതി അദ്ദേഹം ചെയ്തില്ല. പിന്നെ എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ സ്വന്തം വിശ്വാസികളെ, സ്വന്തം പ്രജകളെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് ഉപദേശിച്ചു. അതിനകത്ത് എന്താ തെറ്റുള്ളേ? അതിന് ഏതൊരു പോലീസിന് കേസെടുക്കാനും ആദ്യമായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, കേസ് അവർ റെഫർ ചെയ്തു, SP റിജക്ട് ചെയ്തു, കോടതിയിൽ പോയി, കോടതി ചെയ്ത വീണ്ടും കോടതി പോലീസിനോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുക. അവരന്വേഷിക്കട്ടെ. ഇതിനകത്ത് പാലാ പിതാവ് ഒരു തെറ്റും ചെയ്തു എന്ന് ഈ രാജ്യത്ത് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഒരു സമുദായത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ജിഹാദികളെ പറ്റി പറഞ്ഞത്, ഈ നാട്ടിൽ നാർക്കോട്ടിക് ജിഹാദുണ്ട്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി കേസെടുക്കാൻ വേണ്ടിയിട്ട് ആര് പോണേ? കേസെടുക്കട്ടെ. കേസെടുക്കും, നമുക്ക് അതിനെപ്പറ്റി കാണാം. കേസെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അത്രയും ബുദ്ധിമോശമുള്ളവരല്ല കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതും പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ ഒരു വിവരക്കേട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസ് റിപ്പോർട്ട് ചെയ്യട്ടെ, അതനുസരിച്ചിട്ട് കോടതി ചെല്ലട്ടെ, അപ്പൊ കോടതി ഒരു തീരുമാനം എടുക്കും. അതല്ലാതെ പക്ഷെ അത് പൊക്കിക്കൊണ്ട് വരുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ടാവും. ഇത് നിലനിർത്തേണ്ടത് ശ്രീമാൻ വി.സി. സെബാസ്റ്റ്യൻ പറഞ്ഞ മാതിരി ഈ പ്രശ്നം അലൈവായിട്ട് നിർത്തി അതിനകത്ത് മുതലെടുക്കാൻ ചില വിഭാഗങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് തന്നെ ഇത് ദോഷം ചെയ്യും എന്നുള്ള ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഓക്കെ, ശ്രീ ജോർജ് കുര്യൻ, നമുക്കറിയാം ഒരു ഭരണകൂടം ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയും സുരക്ഷയും ആണ് ഉറപ്പുവരുത്തേണ്ടത്. ഈ വി.സി. സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ സെപ്റ്റംബർ 8-ാം തീയതിയിലത്തെ ആ ഒരു പ്രസ്താവന നടത്തിയത് പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. അദ്ദേഹം പൊതുസമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, സമൂഹത്തിലെ ഒരു പ്രബല സമുദായത്തിൻ്റെ ഒരു നേതാവാണ്. ആ വ്യക്തിയാണ് സമൂഹത്തെ ബാധിക്കുന്ന, സമുദായത്തെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന ഈ മത തീവ്രവാദം, നാർക്കോട്ടിക്സ്, ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ ആശങ്കകൾ പങ്കുവെച്ചത്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സർക്കാർ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അന്വേഷണം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ പോയത്? ശ്രീ ജോർജ് കുര്യൻ. തന്നെയാണ് ഞാൻ തുടങ്ങിയത്, ചർച്ചയെ തുടങ്ങിയത് അത് തന്നെയാണ്. അതിലേക്കാണ് ഹിന്റ് ചെയ്തത്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സമുദായത്തിന്റെ വോട്ട് വേണം. അതിന് ആ സമുദായത്തിന് തൃപ്തികരമായിട്ടുള്ള നടപടിയല്ല അവർ സ്വീകരിക്കുന്നത്. അവര് തീവ്രവാദികൾക്ക് തൃപ്തിപ്പെടുന്ന ചില കാര്യങ്ങളാണ് ചെയ്യുക. അതിനൊരു കാരണം, ചില ടേംസ്, ചില വാക്കുകൾ, പദങ്ങൾ
മതത്തിലുമുണ്ട്, അതുപോലെ തീവ്രവാദികളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളും ആ വാക്കുകൾ എടുത്തിട്ട് തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അധികം താമസിക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, ഭീകരവാദികൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന മുസ്ലിംസിനെ തന്നെയാണ്. അപ്പൊ യഥാർത്ഥ മുസ്ലിംസ് ആ മുസ്ലിംസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അങ്ങനെ ഒരു മെസ്സേജ് അല്ല ഇവർ കൊടുക്കുന്നത്. തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളെ കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങളാണ് ഇവർ ചിന്തിക്കുന്നത്. അവിടെയാണ് പറഞ്ഞത്. അപ്പൊ ഈ മയക്കുമരുന്നിന്റെ കാര്യം ഇവിടെ സർക്കാർ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ കേസില്, മയക്കുമരുന്ന് കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇത്ര ക്രിസ്ത്യാനി, ഇത്ര മുസ്ലിം, ഇത്ര ഹിന്ദു എന്നാണ്. പാലാപിതാവ് അതല്ലല്ലോ പറഞ്ഞത്. അതായത് നമുക്കെല്ലാം അറിയാം, ഈ മയക്കുമരുന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊളംബിയയില് അധികാരം പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ അട്ടിമറി നടത്തുന്നതിന് വേണ്ടി കൊളംബിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാൻ രണ്ട് രീതിയിലുള്ള ആക്രമണമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ യുവതലമുറയെ നശിപ്പിക്കുക, അതാണ് പിതാവ് പറഞ്ഞ കാര്യം. മറ്റൊന്ന്, തീവ്രവാദികൾക്ക് അതിലൂടെ പണമുണ്ടാകുക, അതിലൂടെ അവര് ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയുടെ ഉള്ളിൽ വന്നിട്ടോ പുറത്തു നിന്ന് അവരെ ആക്രമിക്കുക. അത് വേറൊരു രീതിയിലുള്ളതാണ്. ഇപ്പൊ രണ്ട് രീതിയായി. മറ്റൊന്ന്, മാഫിയ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ മാഫിയയുടെ പണവും പലപ്പോഴും തീവ്രവാദത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അല്ലാതെയും കള്ളക്കടത്തും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതില് പിതാവ് പറഞ്ഞ കാര്യം ഈ യുവതലമുറയെ നശിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിനുവേണ്ടി, അതായത് ഈ നർക്കോട്ടിക്സ് ഉപയോഗിച്ച് ജിഹാദ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ലവ് ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുക. അവിടെ പിതാവ് പറഞ്ഞതിൽ പിതാവിന്റെ സമൂഹത്തിനെ ബാധിക്കുന്നത് ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദുമാണ്. അത് സ്വന്തം സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് പിതാവ് ഉയർത്തിയ അവസരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാ, ഈ മയക്കം നടത്തുന്നവരില് അല്ലെങ്കിൽ പിടിച്ചവരിൽ ഇത്രയൊക്കെ ഉണ്ട്. സാധാരണ കള്ളക്കടത്തുകാരുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാ മതത്തിലും പെട്ടവരുണ്ടാവും. അല്ലാതെ മുസ്ലിംസ് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ആരും പറയുന്നില്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും മയക്കുമരുന്ന് കേസുകളിൽ വരും. പക്ഷെ ഈ പർട്ടിക്കുലർ ഒരു പോയിന്റ് വരുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുന്നത്, പ്രതിപക്ഷ നേതാവിന് ദേഷ്യം വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികൾക്കെതിരെ എന്നുള്ളത് അവര് വരുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് തീവ്രവാദികളെ എതിർക്കുന്നത് ഒരു മതത്തിനെ എതിർക്കുന്നതിന് തുല്യമാണ്. അവിടെയാണ് രണ്ടാമത്തെ പാർട്ട് പിതാവിനെതിരായിട്ട് അവർ ഉപയോഗിക്കുന്നത്. തീവ്രവാദികളെ, ഭീകരവാദികളെ എതിർത്താൽ അതൊരു മതത്തിനെ എതിർക്കുന്നതിന് സമമാണ് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യം കിട്ടുന്നതിന് വേണ്ടി, സർക്കുലേഷന് വേണ്ടി, അതുപോലെ തന്നെ ഭയം കൊണ്ടും ഉണ്ടാവും. ഭീകരവാദികൾ ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടില്ലേ, അവരുടെ ഭീകരവാദികളുടെ ഒരു ടെക്നിക്ക് ഞങ്ങൾക്ക് വരാറില്ല, ഞങ്ങളാരും പറയാറില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തയക്കും, നിന്റെ കാല് വെട്ടും കൈ വെട്ടും. നമ്മളത് പോലീസിൽ പോയി കഴിഞ്ഞാല് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഭീതി ഉണ്ടാക്കുക എന്നുള്ള, ഭീതി ഉണ്ടാക്കുക. ഇപ്പൊ എനിക്കൊക്കെ വരാറുണ്ട്, ഫോണും വരാറുണ്ട്, ഞങ്ങൾ ആരോടും പറയാറില്ല. ജോർജ് കുര്യൻ ഒന്ന് ഇടപെടുകയാണ്. ഈ നമുക്കറിയാം, കേരളത്തിൽ അടിക്കടി വളരെയധികം ഈ ലഹരി വേട്ടകളും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഒരു ശക്തമായൊരു നടപടി ഇതിനെ തടയുവാൻ സ്വീകരിക്കുന്നില്ല? ജോർജ് കുര്യൻ. അതല്ല, സുശാന്ത് സിംഗിന്റെ മരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ മയക്കുമരുന്ന് വേട്ട, അത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കേന്ദ്ര ഏജൻസികളും തുടങ്ങിയത്. പക്ഷെ ഇന്ത്യയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇത് പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടാകുകയും അവർ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് നർക്കോട്ടിക് ബ്യൂറോ പിടിക്കുകയും ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
അതുണ്ടായില്ല. അപ്പൊ സുശാന്ത് സിംഗിന്റെ വിഷയം വന്നപ്പോഴാണ് കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഈ അറസ്റ്റുകൾ ഉണ്ടായത്. അത് സ്പെഷ്യൽ മറ്റും അതിനെ സഹായിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ. പിന്നെ ഭാഷയിൽ അത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് അത് തിരിഞ്ഞു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ പോലീസിന്റെയും അതുപോലെ തന്നെ ഏജൻസികളുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടില് ED പരിശോധനയ്ക്ക് പോയപ്പോൾ കേരള പോലീസ് തടഞ്ഞത്. അതിന് നമ്മൾ വേറെ ഉദാഹരണം ഒന്നും പറയണ്ട. കേരള പോലീസ് EDയെ തടയുകയാണ്. ഇന്ത്യയില് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ് സെൻട്രൽ ഏജൻസിയെ തടയുക. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് റാക്കറ്റിനെ ഞങ്ങളെ സഹായിക്കുമെന്ന് പരസ്യമായിട്ട് പറയുകയാണ്. പക്ഷെ അതിന്റെ അകത്തുള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് ഇവര് ഉദ്ദേശിക്കുന്നത് ഈ ഭീകരവാദികളെ സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാർ ചെയ്യുന്നതെങ്കിൽ അവര് വെളിയിലേക്ക് വിടുന്ന ഒരു മെസ്സേജ്, ഞങ്ങൾ മോഡിയെ എന്തിനു എതിർക്കും, ഞങ്ങൾ മോഡിയെ എതിർക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്തുണയ്ക്കണം. മോഡി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്, മോഡിയെ എതിർക്കുന്ന ഞങ്ങൾ വലിയ കാര്യമാണ് ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സർക്കാർ ചെയ്യുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പ്രതിപക്ഷത്ത് അതിനെ എതിർക്കുന്നില്ല. കാരണം ആദ്യഗന്ധ്യമായിട്ട് അവരുദ്ദേശിക്കുന്നത് മോഡിയെ എതിർക്കുക എന്നുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി അവർ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്, ഈ മയക്കുമരുന്ന് മാഫിയയെ സഹായിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എല്ലാ പിതാക്കന്മാരും മക്കള് ചെയ്യുന്നതിന് അവർ ഉത്തരവാദികളല്ല, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായിട്ടുള്ള കാലത്ത്. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ, ഇത് പറഞ്ഞുകൊണ്ട് പറയാമല്ലോ, വേണ്ട ഇത്രയും വലിയ നേതാവിന്റെ മകൻ പോലും മയക്കുമരുന്നിന്റെ ഇതിൽ പിടിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് മയക്കുമരുന്നിനെതിരെ ഒരു പ്രചരണം നടത്താം എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടം, പാർട്ടിയുടെ കാര്യം പോട്ടെ, ഇവിടുത്തെ ഭരണകൂടം ഈ ഭീകരവാദത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു കാരണം 1957 കേരളത്തിൽ ക്രിസ്ത്യൻ ജനസംഖ്യ 25%. കേരള എഡ്യൂക്കേഷൻ ബില്ലിന്റെ കേസിൽ അത് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിന്റെ അകത്ത് കോടതി, സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ പറഞ്ഞ കേരളത്തിൽ ക്രിസ്ത്യൻസ് മൈനോറിറ്റി അല്ല, സെക്കൻഡ് മജോറിറ്റിയാണ് എന്നാണ് പറഞ്ഞത്. ഇന്ന് ക്രിസ്ത്യൻസിന്റെ ജനസംഖ്യ ഇപ്പൊ നമ്മുടെ 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് 17 കാണും. അതേ സമയത്ത് അന്ന് 14 ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ 30. അപ്പൊ മാറിയ സാഹചര്യത്തില് മതപരമായിട്ടുള്ള ചിന്തകള് കേരള രാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഒരുപക്ഷെ ഇരട്ടിയായിരിക്കാം, ക്രിസ്ത്യൻസിനെ കഴിഞ്ഞ് ഇരട്ടി വോട്ട് മുസ്ലിംസിന്റെ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നിയമസഭാ മണ്ഡലങ്ങള് ജയിക്കാം. അതിന് വിരോധമൊന്നുമില്ല, മുസ്ലിംസിന്റെ വോട്ട് അവർക്ക് കിട്ടുന്ന കുഴപ്പം. പക്ഷെ അവര് അത് പിടിക്കാൻ ശ്രമിക്കുന്നത് ഭീകരവാദിയിലൂടെയാണ്. ഭീകരവാദിയുടെ മെസ്സേജുകള്, സിംറ്റംസ്, അവര് വെക്കുന്ന ചില സന്ദേശങ്ങള്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഗൾഫ് കൺട്രീസിലാണ് പലപ്പോഴും ഈ IS-ന്റെ ഒക്കെ ബീജാവാഹം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നു. കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ ഗൾഫ് കൺട്രീസിൽ പോകുന്നുണ്ട്. അതിൽ ഒരു കൂട്ടര് ഈ IS-നെ ഒക്കെ സഹായിക്കുന്നവരുണ്ട്. ശക്തമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തുകയും പ്രചരണം നടത്തുകയും കള്ളപ്രചരണം നടത്തുകയും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുകയും ക്രിസ്ത്യൻ പേരുകളായിരിക്കും, പലപ്പോഴും ക്രിസ്ത്യൻ പേരുകളായിരിക്കും. ക്രിസ്ത്യൻ പേരിൽ വന്നിട്ട് പിതാവിനെ ചീത്ത പറയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും വന്നതുകൊണ്ട് അതും സംഭവിക്കുന്നുണ്ട്. അതും ഇതിനെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതലായിട്ട് പ്രചരണം വന്നു കഴിഞ്ഞാൽ പറയും അതാ ഇത് ഭയങ്കര റിയാക്ഷനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സത്യം പറഞ്ഞ പാലാ പിതാവിനെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ VC സെബാസ്റ്റ്യൻ, ഈ നാർക്കോട്ടിക്സ് അതിൽ തൊട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജിഹാദി സംഘടനകൾക്ക് ഇത്രയേറെ വേദനിച്ചത്? ശ്രീ VC സെബാസ്റ്റ്യൻ. അതിനു മുമ്പ് ജോർജ് കുര്യൻ പറയേണ്ടിയിരുന്ന ഒരു കാര്യം,
പ്രിയപ്പെട്ട ജോജി ചോദിച്ചതിന്റെ വ്യക്തത വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കാത്തത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ലവ് ജിഹാദ് ഉണ്ടോ എന്ന് കേരളത്തിലെ ഒരു MP ബെന്നി ബെഹന്നാനും തമിഴ്നാട്ടിലെ ഒരു MP-യും ചേർന്ന് ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി BJP ഭരണത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ചോദിച്ച ചോദ്യത്തിന് കേന്ദ്രമന്ത്രി അന്ന് പറഞ്ഞത് അങ്ങനെ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. UN റിപ്പോർട്ട് 2020 ജൂലൈ മാസം 20-ാം തീയതി UN പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിൽ കേരളത്തിലും കർണാടകത്തിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ള ആരോപണം ലോകസഭയിൽ വന്നപ്പോഴ് അങ്ങനെ ഒരു ആരോപണത്തെ കുറിച്ച് UN റിപ്പോർട്ടിനെ കുറിച്ചും അറിയില്ല എന്നുമാണ് പറഞ്ഞതെന്നും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ ആദ്യമായി പറയാനുള്ളത്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. നമ്മുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം അതാണ്. അതിനകത്തെ രാഷ്ട്രീയമൊന്നുമല്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ തരത്തിലുള്ള ചിന്തകൾക്കോ ചർച്ചകളോ ഞാൻ വളരെ പ്രസക്തി ഈ കാര്യത്തിൽ കാണുന്നില്ല. നമ്മുടെ മുഖ്യ വിഷയം അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെ ആ പ്രഖ്യാപനവും പ്രസ്താവനയുമായിട്ട് ചേർന്നിട്ടുള്ള കാര്യമാണ് മാറുന്നത്. ഇവിടെ മതസ്പർദ്ധ എന്നുള്ളതാണ് കേസിനാസ്പദമായിട്ടുള്ള മുഖ്യ വിഷയം. അഭിമന്യ പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രം ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സെപ്റ്റംബർ 8-ാം തീയതി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മതസ്പർദ്ധ എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇവര് പറയുന്നില്ലാത്ത ന്യായം ഒന്ന് കേൾക്കേണ്ടതാണ്. മാതാപിതാക്കളുടെയോ മറ്റു കുടുംബാംഗങ്ങളുടെയോ അറിവോ സമ്മതമോ ഇല്ലാതെ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന പ്രണയ വിവാഹങ്ങളുടെ എണ്ണവും തട്ടിക്കൊണ്ടു പോകലും വിവാഹം കഴിച്ച് കുറെ കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന സംഭവങ്ങളും കൂടുതലായി അടുത്ത നാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ഒരു പിതാവ് മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് മതസ്പർദ്ധ ഉള്ളത്? മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മതത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയുവാൻ തക്കവിധം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പെൺകുട്ടികളുടെ പെരുമാറ്റത്തിൽ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കളുടെ നിലവിളികൾ കോടതി പരിസരത്ത് അനേക തവണ കണ്ട് ബോധ്യപ്പെട്ടതാണ്. തുടക്കത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നും അറിയുന്നില്ല, അറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരിക്കും എന്നൊരു പിതാവ് മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത്? നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് പ്രണയവിവാഹങ്ങളല്ല, മറിച്ച് നശിപ്പിക്കലാണ് എന്ന് തുറന്നൊരു പിതാവ് വിശ്വാസി സമൂഹത്തോട്, പ്രത്യേകിച്ച് യുവജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത്? യുവജനങ്ങളോടുള്ള ഒരു പ്രഘോഷണം കൂടിയായിരുന്നു പിതാവിന്റെ വാക്കുകൾ. ഇത്തരം ചതിക്കുഴിയിലേക്ക്, പ്രതിസന്ധികളിലേക്ക് യുവാക്കൾ വീഴാതെ നിതാന്ത ജാഗ്രത പുലർത്തണം. ഒരു പിതാവ് മക്കളോട് പറയുന്ന കാര്യമല്ലേ? പലതരത്തിലുള്ള ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് ബോധ്യം വേണം. ഇതിലേതാണ് മതസ്പർദ്ധ ഉള്ളത്? അവയെപ്പറ്റി പഠിക്കുകയും പ്രതിവിധികൾ തേടുകയും ചെയ്യണം. മതസ്പർദ്ധയുണ്ടോ? സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ സർപ്പത്തെ പോലെ വിവേകമുള്ളവരായിരിക്കണം. ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് കൂടുതലായി അറിയണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം. അവസാനം പിതാവ് പറയുന്ന വാക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഏതെങ്കിലും മറ്റു മതത്തോടുള്ള വിരോധമോ എതിർപ്പോ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടരുതെന്ന ചിന്ത മാത്രമാണ് ഈ തിരുനാൾ ദിനത്തിൽ നിങ്ങളോട് ഇത് പറയാനായി എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് മതസ്പർദ്ധ ഉള്ളത്? അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ വരുന്ന വേറെ 1-2 വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. കേരളത്തിലെ യുവജനങ്ങളെ തെറ്റുകളിലേക്ക് നയിക്കുന്ന 2 സംരംഭങ്ങളാണ് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും. ഇതിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം സമുദായത്തിലെ ചുരുക്കം ചില തീവ്രവാദികളാണ്. സമുദായത്തെ പിതാവ് ഒരിക്കലും ആക്ഷേപിച്ചിട്ടില്ല. ഏറെ ആദരവോടും ബഹുമാനത്തോടുമാണ് ക്രൈസ്തവ സമൂഹം ഇതര സമുദായങ്ങളെ കാണുന്നത്. പക്ഷേ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും നമുക്ക് എതിർക്കാൻ നിവൃത്തിയില്ല. പൊതുസമൂഹത്തിൽ ഒന്നാകെ എതിർക്കാൻ നിവൃത്തിയില്ല. തീവ്രവാദികളുടെ സാന്നിധ്യമുള്ള ക്ലബ്ബുകളും വിരുന്നുകളും കൂട്ടായ്മകളും ഒഴിവാക്കണമെന്ന് തന്റെ മക്കളോട്, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോ ഒരു പിതാവ് ഉപദേശിക്കുമ്പോൾ എവിടെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത്? ഇവിടെ എന്താണ് പിതാവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഒന്ന്,
ബിഷപ്പ് കല്ലറങ്ങാട്ട് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു. ആരാണ് പറയുന്നത്? അത് രസമായ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ഇത് ആദ്യം ഉന്നയിച്ചുകൊണ്ട് വന്നത് കുറെ തീവ്രവാദികൾ പാലായിക്കൂടെ ഒരു പ്രകടനം നടത്തി. പ്രശ്നം അവിടെ കൊണ്ട് നിന്നു. പകരം ഒരു പ്രകടനം നടത്തുവാൻ അന്ന് ആരും തുനിഞ്ഞില്ല. പിതാവൊട്ട് സമ്മതിച്ചിട്ടുമില്ല. അതല്ല നമ്മുടെ ശൈലി. ഇത് പ്രശ്നമാക്കിയത് രാഷ്ട്രീയ പാർട്ടികളാണ്. ആദ്യമേ ഇതാ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഷബാനു കേസിലെ നിയമം തന്നെ പൊളിച്ചെഴുതിയ കേന്ദ്രം ഭരിച്ച രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് അന്ന് നിയമം തന്നെ പൊളിച്ചെഴുതി ഒരു സമൂഹത്തിന് വേണ്ടി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്താപമായിട്ട് ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് വന്നു. ജോർജ് കുര്യനും VV സാറിനും അറിയാം. 1992 ആക്ട് വന്നു. എന്തിനായിരുന്നു? വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷ ആക്ട് എന്ന് പറഞ്ഞൊരു മുസ്ലിം ആക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഭരണഘടനാ പ്രകാരം. ആ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയെയും ജൈനരെയും സിഖിനെയും ബുദ്ധിനെയും ഒക്കെ അങ്ങ് തള്ളിക്കയറ്റി എന്ന് മാത്രമാണ് വാസ്തവം. രണ്ടാമത്തെ ആരോപണം മത ബഹുലത, അതായത് റിലീജിയസ് പ്ലൂറലിസം, മതനിരപേക്ഷത, സെക്യുലറിസം. ഇത് നിലനിൽക്കുന്ന കേരള സമൂഹത്തിൽ വർഗീയതയും വിഭാഗതയും വളർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. ആര്? കത്തോലിക്കരാണോ ലോകത്ത് വിഭാഗതയും വർഗീയതയും ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും കത്തോലിക്കരെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് രംഗത്ത് വന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇറാഖില്, ലിബിയയില്, ശ്രീലങ്കയില്, നോർവേയില്, ഫ്രാൻസില്, യൂറോപ്പില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, താലിബാൻ എന്ന് വേണ്ട ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും തീവ്രവാദത്തിന്റെ കൊടിയും പിടിച്ച് ഇറങ്ങിയിരിക്കുന്നത് ക്രൈസ്തവരാണോ? ജീവനോടെ മനുഷ്യനെ ചുട്ടുകൊന്നത് ക്രൈസ്തവരാണോ? മണ്ണിൽ കുഴിച്ചുപൊടിയത് ക്രൈസ്തവരാണോ? തലവെട്ടിയത്, വെടിവെച്ചത് ക്രൈസ്തവരാണോ? ഒരിക്കലും ക്രൈസ്തവർ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് മാറിയിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, സമൂഹത്തിൽ വർഗീയത വളരുത്തുന്നു, സംഘർഷ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. അടുത്ത ആരോപണം, കേരളത്തിലെ ക്രൈസ്തവര് എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കിയ ചരിത്രമുണ്ടോ? നാലാമത്, ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യം, മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആ മൗലിക അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ക്രൈസ്തവര് ശ്രമിക്കുന്നു. ക്രൈസ്തവര് ശ്രമിച്ചാൽ തീരുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അഞ്ചാമത്, ഹിന്ദു വർഗീയ സംഘടനകളുമായുള്ള ബന്ധത്തിന് ക്രൈസ്തവ സഭയെ ഒരുക്കുന്നതിനുള്ള ആളായിട്ട് കല്ലറങ്ങാട്ട് ബിഷപ്പ് കല്ലറങ്ങാട്ട് മാറിയിരിക്കുന്നു. ആൾത്താരെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പ്രചരണ വേദിയാക്കിയിരിക്കുന്നു. എന്താണ് തീവ്രവാദ സംഘടനകൾക്ക് ക്രൈസ്തവ ആൾത്താരെ കുറിച്ച് പറയുവാനും അറിയുവാനും ഉള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം. പ്രിയമുള്ളവരെ, ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെളിവുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തെളിവുകൾ ഹാജരാക്കപ്പെടും. എന്താണ് യഥാർത്ഥ പിക്ചർ എന്നുള്ളത് പൊതുസമൂഹം അറിയും. ഒന്ന് കാര്യം വളരെ വ്യക്തമാണ്, അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, കേരളത്തിന്റെ യുവസമൂഹം, കുടുംബങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ എല്ലാം ബാക്കി പത്രമായിട്ട് ഇന്ന് കാണുകയാണ്. ഒരു കാര്യം കൂടി ശ്രീ VC സെബാസ്റ്റ്യൻ, അങ്ങ് ഇത്രയും വളരെ മനോഹരമായി അങ്ങ് വിശദീകരിച്ചു. ഈ 80-20 ഈ വിഷയത്തിൽ ഈ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഈ ഒരു അപ്പീൽ പോലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ശ്രീ VC സെബാസ്റ്റ്യൻ? സംശയമില്ലാത്ത കാര്യം എന്താണ്? അതിലക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് തുല്യനീതി ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പിന്നെ ചില സംഘടനകൾ കൂടി ചേർന്നാണ് ഗവൺമെന്റ് പോയിരിക്കുന്നത്. ഇതെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ്. ഇവിടെ BJP ഞാൻ മാറ്റി നിർത്തുന്നു. കാരണം അവർക്ക് ഇവിടെ വലിയ റോളൊന്നും ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജോർജ് കുര്യൻ ക്ഷമിക്കണം. കാരണം BJPയുടേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികൾ ഇടതുപക്ഷവും വലതുപക്ഷമാണ്. ഇത് രണ്ട് മുന്നണികളും ഒരേ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് തോളോട് ചേർത്ത് ചെന്ന് വന്നിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരെ ആക്രമിക്കുന്ന കാര്യത്തിലാണ്. യാതൊരു സംശയവുമില്ല. ഒരു ക്രൈസ്തവ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാലങ്ങളായിട്ട് ക്രൈസ്തവർക്ക്, കേരളത്തിന്റെ മണ്ണിൽ ക്രൈസ്തവർക്ക് സംഭവിച്ചത് എന്താണ്?
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ചിത്രത്തിൽ ഒതുക്കി എല്ലാ കാര്യത്തിലും അവരെ എതിർക്കുന്ന ഒരു സമീപനമായി ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര ഉൽപ്പന്നമായ കോൺഗ്രസിലൂടെ രക്ഷ എന്നുള്ള ചിന്തയാണ് നല്ലൊരു ശതമാനം ക്രൈസ്തവരുടെ ഇടയിൽ വ്യാപിച്ചിരുന്നത്. പക്ഷെങ്കില് ഇന്ന് ക്രൈസ്തവരെ എതിർക്കുന്ന കാര്യത്തില്, മറ്റ് ചില സമുദായങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യത്തില് ഇവര് രണ്ടുപേരും ഇപ്പോൾ മത്സരിക്കുന്നു എന്നുള്ള ദയനീയ സ്ഥിതിയില് ക്രൈസ്തവ സമൂഹം ഒരു പുനർചിന്ത എല്ലാ തലങ്ങളിലും എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാണ്. ക്രൈസ്തവ സമൂഹം ജാഗ്രത പുലർത്തുക തന്നെ വേണം. ശ്രീ വി അഗസ്റ്റിൻ, ശ്രീ വി സി സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ ഈ മതഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമല്ലേ ഈ പാലാ പിതാവിനെതിരെ ഉയർന്ന ഈ വ്യാജ മതസ്പർദ്ധ ആരോപണം അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നവർ ലക്ഷ്യമിടുന്നത്? ശ്രീ വി അഗസ്റ്റിൻ, ഈ വസ്തുതകൾ മാറ്റിവെക്കാൻ വേണ്ടി ആണ് അദ്ദേഹം ഒരു സമുദായത്തെയും കുറ്റം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ മത തീവ്രവാദത്തെ പറ്റിയൊന്നുമല്ല. നാർക്കോട്ടിക് ജിഹാദ്, അതായത് ഈ രാജ്യത്തെ ഈ വിഷകരമായ ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരായിട്ടാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞത്. അത് പറഞ്ഞത് സ്വന്തം വിശ്വാസികളെ, സ്വന്തം മക്കളോടാണ്. അതിനകത്ത് ആർക്കും ഒരു തെറ്റ് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇത് ജീവിപ്പിച്ചുകൊണ്ട് ഇത് വളർത്തിക്കൊണ്ട് വരുന്നത് മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇവിടെ ഭരിച്ചിരുന്നതും ഭരിക്കാൻ പോകുന്നതും ഭരിച്ചുകൊണ്ടിരുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതല്ലാതെ ക്രിസ്തീയ സമൂഹത്തെ, കത്തോലിക്ക സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഈ കേസിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ഒരു സമുദായമാണ്. അത് മുസ്ലിം സമുദായം ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷം വരാൻ പോകുന്നത്. ഗുണം വരാൻ പോകുന്നത് ആർക്കാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് ഒരു കാരണവശാലും തെറ്റ് ചെയ്യാത്ത, തെറ്റ് പറയാത്ത മാതാപിതാവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ടും സാധ്യമാവില്ല. അതുകൊണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് മഹാവിഡ്ഢിത്തരമാണ്. എനിക്ക് പറയാനുള്ളത് മൗലവി സാഹിബിനോട്, ഈ കേസിനകത്ത് പ്രസ് ചെയ്താൽ ഈ പ്രശ്നം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇതുകൊണ്ട് ദോഷവശം ഉണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ്. ഒരിക്കലും നമ്മൾ മുസ്ലിം സമുദായത്തിലെ വളരെ 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 ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിന് സമുദായത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. പാലാ പിതാവ് ഒരു സമുദായത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളെ ആകട്ടെ മുസ്ലിംസിനെ ആകട്ടെ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആ വിഷയം കേരള സമൂഹത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴും എല്ലാവരും പ്രതിപാദിച്ചിരിക്കുന്നത് അതിന്റെ തീവ്രത, അതിന്റെ ബുദ്ധിമുട്ടുകൾ കേരള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് എന്നതാണ് എന്റെ വിശ്വാസം. ശ്രീ ജോർജ് കുര്യൻ, നമ്മൾ ഈ ചർച്ചയുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വിഷയത്തിലുള്ള നിലപാടിന് പിന്നിലെ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ മാധ്യമങ്ങളുടെ ഒരു നിലപാട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങളാണെങ്കിൽ ഒരു വിവാദമായ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രമാധ്യമങ്ങൾ അത് സംബന്ധിച്ച പരമ്പരകൾ നൽകുന്നു, അല്ലെങ്കിൽ ചാനലുകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണാത്മക റിപ്പോർട്ടുകൾ നൽകുന്നു. പക്ഷേ ഈ ഒരു വിഷയം സമൂഹം ചർച്ച ചെയ്തപ്പോൾ മാധ്യമങ്ങളിൽ നാം കണ്ടു, മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും പാലാ പിതാവ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊരു ഒരൊറ്റൊരു ആംഗിളിലേക്ക് ആ ഒരു വാർത്തയെ കൂട്ടിച്ചേർക്കാൻ അവർ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ മത തീവ്രവാദം, ലവ് ജിഹാദ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് ആ ഒരു ശൈലിയിലേക്ക് അവർ ഈ വിഷയത്തിൽ ആ ഒരു സമീപനം അവർ സ്വീകരിച്ചില്ല? ശ്രീ ജോർജ് കുര്യൻ. അത് പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. കാരണം വി സി സെബാസ്റ്റ്യൻ ആ രീതിയിലാണ് പോയത്. അതിന്റെ കാര്യം നിങ്ങള് ആ പത്രങ്ങൾ വരുത്താതിരിക്കില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? വി സി സെബാസ്റ്റ്യൻ പറഞ്ഞ ആരെങ്കിലും പത്രം വരുത്താതിരിക്കുമോ? ആ പത്രങ്ങളെതിരായിട്ടുള്ള. പക്ഷെ അവര് പറഞ്ഞു കഴിഞ്ഞാല് പത്രം വരുത്തിയല്ല. അതാണ് അതിന്റെ കാര്യം. അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. നേതാക്കന്മാരാന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്കിങ്ങനെ ജിഹ്വ എന്നൊക്കെ പറയാം, ഒളിയമ്പുകൾ ചെയ്യാം. പക്ഷെ അതിനുള്ള തന്റെ ഇടം വേണം, അതിനുവേണ്ടിയുള്ള സംവിധാനം വേണം. അപ്പൊ അത് പറ്റില്ലാത്തതുകൊണ്ട് അത് പറയാതിരിക്കുന്ന നല്ലത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഈ ചോദിച്ച ലവ് ജിഹാദിന്റെ കാര്യത്തില് ഞാൻ അമിത്ഷായ്ക്ക് കത്തെഴുതി. അന്ന് പത്രങ്ങളില് നേരത്തെ തന്നെ ഞാൻ വേറൊരു പോസ്റ്റിലിരുന്നു, പാർട്ടി പോസ്റ്റിലല്ലായിരുന്നപ്പം, അതിന് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ഇരുന്നപ്പം ലവ് ജിഹാദ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. അന്നൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്ത. അപ്പൊ മറുപടി പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്
ഈ കോടതി അന്ന് പറഞ്ഞതിന് എനിക്ക് പറഞ്ഞത് കേരള ഹൈക്കോടതി ഇതില്ല എന്ന് പറയാൻ നിയമത്തിൽ ഈ സാധനം എന്താന്ന് പറയുന്നില്ല, ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഞാൻ പറഞ്ഞു ഇത് ഡിഫൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചു. അപ്പൊ വന്ന മറുപടി, ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രമം അനുസരിച്ച് ഒരു 25 വർഷം കഴിയും. കാരണം എന്താണ് ജിഹാദ്, എന്താണ് ലവ്, ഇത് രണ്ടും സെപ്പറേറ്റ് ഡിഫൈൻഡ് ആണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോ എന്താണ് അത് അതിന്റെ സംസ്ഥാനങ്ങളുടെ ഇതും ഒക്കെ പറയും. അപ്പോഴ് അത് സമയമെടുക്കുന്നതുകൊണ്ട് അന്ന് കത്തി കിട്ടിയത് സംസ്ഥാനങ്ങൾക്ക് ഇതിനെതിരെ നീങ്ങാം. അതുകൊണ്ട് UP, മധ്യപ്രദേശ്, ഹരിയാന നിയമം ഉണ്ടാക്കി, ലവ് ജിഹാദിനെതിരെ നിയമം ഉണ്ടാക്കി. അതിന്റെ അകത്ത് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അതിന്റെ നിയമം വേണോ ഞാൻ അയച്ചു തരാം. അതിന്റെ അകത്ത് പറയുന്നത് പ്രേമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധമാണ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കണമെങ്കിൽ അല്ല പ്രേമിക്കണമെങ്കിൽ ഒരു വിരോധവും ഇല്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. അതുപോലെ മതത്തിന്റെ അടിസ്ഥാനത്തില് പ്രേമിക്കണമെന്ന് പറയാൻ പറ്റിയല്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ മതവും നിർവചിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയും മതത്തിന്റെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ശേഷമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പറയും. മതപ്രചരണമാണ് ഇന്ന മതം എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രേമിക്കാം, വിവാഹം കഴിക്കാം, പക്ഷേ മതപരിവർത്തനം ചെയ്യാൻ പാടില്ല. അതായത് പ്രേമത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടിയുള്ള മതപരിവർത്തനവും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള വിവാഹവും പാടില്ല. അങ്ങനെ സംഭവിച്ച പോലീസ് സ്റ്റേറ്റ് ഇടപെടും. സ്റ്റേറ്റ് ഇടപെട്ടിട്ട് കേസെടുക്കും. 10 വർഷം വരെ ജയിലിൽ കിടക്കും. അതിന് ആർക്കാണ് പരാതിപ്പെടാവുന്നത്? ഈ പെൺകുട്ടിയുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആർക്കും പരാതിപ്പെടാം. അപ്പൊ ആ തുടക്കത്തിലാണ് സ്റ്റേറ്റുകൾ. ഇപ്പൊ സ്റ്റേറ്റുകൾ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെൻട്രലിന്റെ അപ്രൂവൽ മതിയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്തിട്ട് കേന്ദ്രം നിയമം ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. വെറുതെ പറയുകയല്ല, തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരെയും പിടിച്ച് ജയിലിലിടുന്നുണ്ട്. ഭീകരവാദികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ പല സെന്ററുകളും പോലീസ് റെയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോ ആ റെയ്ഡ് ചെയ്യുന്ന അവസരം അങ്ങനെയുള്ള ഇവിടുത്തെ ഭരണകൂടം ചെയ്യും. ഈ പ്രേമിച്ചു കഴിഞ്ഞാൽ മതം പഠിപ്പിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ കേരളത്തിൽ, അത് റെയ്ഡ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ ഒത്തിരി പുകളുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ വെറുതെ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടിയുള്ള നേതൃത്വം കൊടുക്കണം. നേതൃത്വം കൊടുക്കുക, അത് ചെയ്യിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നവരുടെ കൂടെ കൂടുക. ഇത് രണ്ടിന്റെ കൂടെ അല്ല എങ്കിൽ ഈ പണി നിർത്തുക. അതാണ് നല്ലത്. ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാനുണ്ടാവും മുമ്പില്. ഞാൻ അന്നും പറഞ്ഞല്ലോ, ഞാൻ വേറൊരു സ്ഥാനത്തിരുന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? കൂടെ ഉണ്ടാവും. മരണമോ ജീവിതമോ പ്രശ്നമല്ല, അത് തെളിയിച്ചിട്ടുണ്ട്. ഭീഷണി പ്രശ്നമല്ല. അങ്ങനെയുള്ള ലീഡേഴ്സ് വരണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. ബിഷപ്പിനെ എന്ത് ചെയ്യും അവര്? ബിഷപ്പിനെതിരെ കേസെടുക്കും, ആക്ഷേപിക്കും, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ ആക്ഷേപിക്കും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകാതെ, അതാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്, ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണം. അത് പറയുന്നത് എന്നെ അതിന് നയിക്കുന്നതെന്ന് വെച്ചാല് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ഞാൻ പരസ്യമായിട്ടും പ്രസംഗിക്കുന്നതാണ്. ഫിയർ നോട്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് വിത്ത് യു. അത് യേശു ക്രിസ്തു എന്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ടെന്ന് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതിനെതിരെ ശക്തമായിട്ട് പോരാടും. സ്ഥാനം പ്രശ്നമല്ല, അതുപോലെ തന്നെ ഭീഷണി പ്രശ്നമല്ല. എന്താണോ എന്റെ ഉത്തമ ബോധ്യമായിട്ടുള്ള കാര്യം അതിനു വേണ്ടി ചെയ്യും. അത് ഞാൻ വേറൊരു രാഷ്ട്രീയ സ്ഥാനത്തല്ല ഇരുന്നപ്പോഴും ഇതുപോലെ പൊക്കിക്കൊണ്ടുവന്ന ഞാനാണ്. പല കേസുകൾ കൊണ്ടുവന്നാണ്. ഈ മുഴുവൻ ഇതും വന്നതും അന്നാണ്. അതിനുശേഷം അത് ഇനിഷ്യേറ്റ് ചെയ്ത സമയത്ത് അത് നോർത്ത് ഇന്ത്യൻ പത്രങ്ങൾ എഴുതി, ഈ ആളാണ് ഇത് ആവശ്യപ്പെട്ടത്, ഇങ്ങനെ കത്തുകൾ അയച്ചിരുന്നു, ഇയാളാണ് ആവശ്യം. കേരളത്തിൽ ഒരു പത്രം എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വേറൊന്നും കൂടെ ഞാൻ പറയാം. ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി ക്രിസ്ത്യാനികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചതറിയാമല്ലോ. ഓപ്പൺ കത്ത് എഴുതി, എന്താ നിങ്ങളുടെ അവകാശം എന്ന് ചോദിച്ചുകൊണ്ട് ഓപ്പൺ കോടതി തന്നെ പിൻവലിച്ചു. അവിടെ ചില വക്കീലന്മാർ എന്നെ സമീപിച്ചു, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. ഞാൻ പറഞ്ഞു പരസ്യമായിട്ട് പോകും.
ജയിലിലേക്ക് പോകും. ഏതായാലും പിൻവലിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറാകണം. ബിഷപ്പുമാരെ സംബന്ധിച്ചുള്ള ഒരു ആധ്യാത്മിക രംഗത്തുള്ളവരാണ്. അവർക്ക് പരിമിതികളുണ്ട്. അവര് ആധ്യാത്മിക കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് മാറിയില്ല എങ്കിൽ, അതുപോലെ ഈ കുട്ടികൾ കൂടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നാഷണൽ പോളിസിക്ക് എതിരാന്ന് പറഞ്ഞിട്ട് എനിക്കിത് കേസെടുത്തോട്ടെ. ഞാൻ പരസ്യമായിട്ടുള്ള പൊതുയോഗങ്ങളിൽ വരെ പറയുന്നതാണ്. 3 കുട്ടികളെങ്കിലും വേണം എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിക്കണം. കഴിഞ്ഞ തലമുറ പോട്ടെ, ഈ ഒരു 2000 വരെയുള്ള തലമുറ പോട്ടെ, അന്നങ്ങനെ ഭീഷണിയില്ലായിരുന്നു. 3 കുട്ടികളെങ്കിലും വേണം. കാരണം അത് പറയാൻ പോളിസിക്കെതിരല്ല. ജിയോ പാർസി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. കേന്ദ്ര സർക്കാർ സഹായം കൊടുക്കുന്നു അവരുടെ ജനസംഖ്യ കൂടാൻ വേണ്ടി. ആ ഒരു നമ്മുടെ ഈ സിറിയൻ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ആ പാർസികളുടെ ഒരു മെന്റാലിറ്റി ഉണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നടപടികളുമായിട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വ്യക്തമാണ്. ശ്രീ വി സി സെബാസ്റ്റ്യൻ, ശ്രീ ജോർജ് കുര്യൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അങ്ങേക്ക് മറുപടി നൽകാം. ശ്രീ വി സി സെബാസ്റ്റ്യൻ. ജോർജ് കുര്യൻ പറഞ്ഞ കാര്യത്തിന് മറുപടി തരാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. അതായത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ, ഈ ക്രൈസ്തവ സമുദായത്തിന്റെ പൊതുസമൂഹത്തിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മേഖലയിലും ഒക്കെയുള്ള ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നത് കൊണ്ടാണോ പലപ്പോഴും ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നത്? ശ്രീ വി സി സെബാസ്റ്റ്യൻ. ഒരു പരിധി വരെ ജോജി പറഞ്ഞത് വാസ്തവമാണ്. പല മേഖലകളിലും ക്രൈസ്തവ സമൂഹത്തിന്റെ സ്വാധീനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. അത് ക്രൈസ്തവര് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നവരെന്നും സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന ആളുകൾ, പ്രസ്ഥാനങ്ങൾ അവസരങ്ങൾ വന്ന സമയത്ത് മിണ്ടാതിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നും പറഞ്ഞുകൊണ്ട് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന് ഇപ്പോഴും ഈ സമൂഹത്തിന് വിശ്വാസവുമില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വളരെ തുറന്നു തന്നെ ഞാൻ പറയാണ് ഈ ചർച്ചയിൽ, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ രൂപപ്പെട്ടുള്ള അനൈക്യമുണ്ട്. അത് റീത്തുകളുടെ പേരിലായിരിക്കും, അത് മതവിഭാഗങ്ങളുടെ പേരിലായിരിക്കും. ക്രൈസ്തവ വിഭാഗങ്ങള് കത്തോലിക്ക സഭയിലും ഇതര ക്രൈസ്തവ വിഭാഗങ്ങളും ഉണ്ടായിട്ടുള്ള അനൈക്യം നമ്മുടെ തകർച്ചയ്ക്കും നമ്മുടെ ഇടർച്ചയ്ക്കും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വിഘാതമായിട്ടുണ്ട്. ഇവിടെ ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ടത് ഒരുമയും സ്വരൂമയുമാണ്. ഒരുമിച്ച് നിൽക്കുക. പക്ഷെ പൊതുവായ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വളരെ വ്യക്തമായി വന്ന ഒരു കാര്യം, വിശ്വാസി സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയം രംഗത്ത് വന്നപ്പോൾ അവിടെ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ എല്ലാം ഓടിക്കൂടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൊതു നേച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരുമയും സ്വരൂമയും ഈ വിഷയത്തിൽ കാണിച്ചതുപോലെ മറ്റ് ഇതര വിഷയങ്ങളിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ സമൂഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പഴയതുപോലെ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്നു, BJP-യുടെ നേതൃത്വ നിര ഈ വിഷയത്തില് അവരുടേതായ പങ്കാളിത്തം അഭിമന്യ പിതാവിന്റെ അടുക്കൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളതിന്റെ പേരിൽ ഏതൊരു പ്രസ്ഥാനത്തെയും ആക്ഷേപിക്കുകയല്ല അതിന്റെ അർത്ഥം. ശ്രീ വി സി സെബാസ്റ്റ്യൻ, ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. നമ്മുടെ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. അവസാനമായി ശ്രീ വി അഗസ്റ്റിൻ, നമുക്കറിയാം നമ്മൾ ഈ ചർച്ചയിലുടനീളം ഈ ഒരു നാർക്കോട്ടിക്സ്, അതിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഒരു അടിവേര് ഈ സമൂഹത്തിൽ നിന്നും അറുത്തുമാറ്റാൻ എന്തെല്ലാം സത്വര നടപടികളാണ് സ്വീകരിക്കേണ്ടത്? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ വി അഗസ്റ്റിൻ. അതായത് ഒന്നാമതായിട്ട് ഇതിനെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഈ നാർക്കോട്ടിക് ജിഹാദിനെ, ലവ് ജിഹാദ് പോലെയുള്ള ഈ വിവരങ്ങളെ മുഴുവൻ എല്ലാവരും അതിനെ എല്ലാ മതത്തിലും ഒരുമിച്ച് എതിർക്കേണ്ട ഒരു കാര്യമാണ്. ക്രൈസ്തവർ മാത്രമല്ല, ഇത് സമൂഹത്തെ ഏറ്റവും വലിയ തിന്മയാണ്. ആ തിന്മയോട് എതിർക്കാനാണ് വാസ്തവത്തിൽ ക്രൈസ്റ്റ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികള്, ക്രൈസ്തവ വിശ്വാസികള്
ഒന്നായിട്ട് വന്ന് ഇതിനെ എതിർക്കുകയും ഈ തെറ്റായ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കടമ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ക്രിസ്ത്യാനികൾ മറക്കരുത്. കാരണം ഇത് ക്രിസ്തീയ സമൂഹത്തിന്റെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രസ്ഥാനമാണിത്. കാരണം ഈ മാതിരിയുള്ള ഈ വിഷസാധനങ്ങൾ ഉപയോഗിച്ച് യുവജനങ്ങളെ, ചെറുപ്പക്കാരെ ചീത്തയാക്കുന്നതിനെതിരായിട്ടാണ് പാലാ പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് സ്വന്തം വിശ്വാസികളോടാ. അതിന്റെ പേരിൽ കേസുണ്ടാക്കുകയും അത് കോടതിയിൽ പോവുകയും കോടതിക്കൊന്നും അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഏതായാലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ള പ്രവണതയെ എതിർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾ ഏകകണ്ഠമായി മാതാപിതാവിനെ അനുകൂലിക്കുന്നു എന്നുള്ള സത്യം മറ്റു സമുദായങ്ങൾക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ദോഷം വരും എന്ന് വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായി ചെറുത്തു നിൽക്കും. നാർക്കോട്ടിക്സ് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ വി സി സെബാസ്റ്റ്യൻ, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ വി വി അഗസ്റ്റിൻ, 3 പേർക്കും നന്ദി.